So integral equations. So നമ്മൾ ഫസ്റ്റ് നിങ്ങൾ ഇത്ര നാൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഉൾപ്പെടുന്ന, അതായത് ഡെറിവേറ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന dy/dx അങ്ങനെ അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സോ അതിനെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അതേപോലെ ആ സെയിം മീനിങ് ആണ് ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്? ഇന്റഗ്രൽസ് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്റഗ്രൽസ് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ ഞാൻ പറയാം. An integral equation is an equation in which a function to be determined appears under an integral sign. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ, ഇപ്പൊ കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ y ആണെങ്കിൽ ആ y ഇന്റഗ്രൽ സൈൻ അകത്തായിരിക്കും കിടക്കുന്നത്. നമ്മളിപ്പോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് y ആണ് അവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നുണ്ടെങ്കിൽ, അതായത് ഡെറിവേറ്റീവ്സ് ഓഫ് y ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മളത് സോൾവ് ചെയ്ത് യൂഷ്വലി y-യുടെ വാല്യൂ അല്ലേ അവിടെ കണ്ടുപിടിക്കുക. അതേപോലെ നമുക്ക് ഇന്റഗ്രൽ ഇക്വേഷനും സോൾവ് ചെയ്ത് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നമ്മൾ ആ ഇന്റഗ്രൽ ഇക്വേഷനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഫംഗ്ഷൻ ഇന്റഗ്രൽ സൈനകത്താണ് കിടക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷൻസിനാണ് നമ്മൾ ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ആൻ ഇന്റഗ്രൽ ഇക്വേഷൻ ഈസ് ആൻ ഇക്വേഷൻ ഇൻ വിച്ച് എ ഫംഗ്ഷൻ ടു ബി ഡിറ്റർമൈൻഡ്, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ അപ്പിയേഴ്സ് അണ്ടർ ആൻ ഇന്റഗ്രൽ സൈൻ, അത് ഇന്റഗ്രൽ സൈനകത്തായിരിക്കും വരിക. ഓക്കെ, അങ്ങനെയുള്ള ഇക്വേഷൻസിനാണ് നമ്മൾ ഇന്റഗ്രൽ ഇക്വേഷൻ വിളിക്കുക. സോ ഉറപ്പായിട്ടും എന്താണ്, ഒരു ഇന്റഗ്രൽ ഇക്വേഷനകത്ത് ഇന്റഗ്രൽ ഇൻവോൾവ് ആണ്. അത് അവിടുന്ന് ക്ലിയർ ആണ്. കാരണം എന്താ, കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ ഇന്റഗ്രൽ സൈനകത്താണ്. സോ ഇറ്റ് ഈസ് ആൻ ഇക്വേഷൻ ഇൻവോൾവിംഗ് ആൻ ഇന്റഗ്രൽ. കൂടാതെ ഇതും മസ്റ്റ് ആണ് കേട്ടോ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ, നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ട ഫംഗ്ഷൻ ഇന്റഗ്രൽ സൈനകത്തായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അതിന് റെലവൻസ് ഇല്ലല്ലോ ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നതിന്. ഓക്കെ, ഇനി ഇന്റഗ്രൽ ഇക്വേഷൻസ് രണ്ട് ടൈപ്പ് ഇന്റഗ്രൽ ഇക്വേഷൻസ് ആണുള്ളത്. So integral equations are classified into two. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ. സോ ഇന്റഗ്രൽ ഇക്വേഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ. സോ ഇപ്പൊ താമസിച്ച് ആരിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇന്റഗ്രൽ ഇക്വേഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഇന്റഗ്രൽ സൈൻ ഉണ്ടാവും, ഇന്റഗ്രൽസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആവും. കൂടാതെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ, നമുക്ക് ഏത് ഫംഗ്ഷൻ ആണോ സോൾവ് ചെയ്തെടുക്കേണ്ടത് ആ ഫംഗ്ഷൻ ഇന്റഗ്രൽ സൈനകത്തായിരിക്കും കിടക്കുക. അങ്ങനെയുള്ള ഇക്വേഷൻസിനാണ് ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. ഇനി ഇന്റഗ്രൽ ഇക്വേഷൻസിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇവിടെ ഉണ്ട്. സെക്കൻഡ് വൺ ഈസ് വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷൻ. അങ്ങനെ രണ്ട് തരം ഇന്റഗ്രൽ ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ ഒന്ന് പരിചയപ്പെടാം. ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷന്റെ ജനറൽ ഫോം ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്, നിങ്ങളിത് പഠിക്കണം. ഓക്കെ, സോ ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷന്റെ ജനറൽ ഫോം എന്താണ്? ആൽഫ ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു f of x plus lambda into integral from a to b k of x chi y of chi d chi. Okay, so alpha of x into y of x ആണ് ലെഫ്റ്റ് സൈഡ് വരുന്നത്. alpha of x ഉം y of x ഒക്കെ ഫംഗ്ഷൻസ് ആണ്. that is equal to f of x. f of x another ഫംഗ്ഷൻ ആണ്, പ്ലസ് lambda is a constant. ഇന്റഗ്രൽ ഫ്രം a to b, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്റഗ്രൽ ഫ്രം a to b ആണ്. a യും b ഒക്കെ എന്താണ്? കോൺസ്റ്റന്റ്സ് അഥവാ നമ്പേഴ്സ് ആണ്. ഇന്റഗ്രൽ ഫ്രം a to b k of x chi. സോ ഈ k എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് രണ്ട് വേരിയബിൾസ് ഉള്ള ഫംഗ്ഷൻ ആണ്, എക്സും ഖൈ ആണ് അതിനകത്ത് വേരിയബിൾസ്, ഇൻറ്റു y of chi d chi. ഇപ്പം ഇതൊരു ഇന്റഗ്രൽ ഇക്വേഷൻ ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഇതിനകത്ത് ഇന്റഗ്രൽ സൈൻ ഇൻവോൾവ് ആണ്. കൂടാതെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ, നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ട ഫംഗ്ഷൻ y of x ആണ്. ഓക്കെ, ഈ ഇക്വേഷനകത്ത് y of x ഉണ്ടല്ലോ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലും y of x ഉണ്ട്. അതേപോലെ ഈ ഇന്റഗ്രൽ സൈനകത്തും എന്ത് കിടപ്പുണ്ട്? y of chi. അനദർ വേരിയബിൾ ആണെന്നേ ഉള്ളൂ. y of എക്സിന് പകരം chi കൊടുത്താൽ നമുക്ക് y of chi കിട്ടും. സോ നമുക്ക് y of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് സോൾവ് ചെയ്തെടുക്കേണ്ടത്. അത് ഇത് ഉപയോഗിച്ച് ഈ ഇക്വേഷൻ, ഈ ഇന്റഗ്രൽ ഇക്വേഷൻ ഉപയോഗിച്ച് വേണം സോൾവ് ചെയ്തെടുക്കാൻ. നിങ്ങൾ നോക്കിയാൽ അറിയാം എന്താണ്, ഇന്റഗ്രൽ സൈനകത്തും y എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുന്നുണ്ട്. സോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ട ആ ഫംഗ്ഷൻ എന്താണ്? ഇന്റഗ്രൽ സൈനകത്ത് വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത് ഇന്റഗ്രൽ ഇക്വേഷൻ ഒരു എക്സാമ്പിൾ ആണ്. ഈ ടൈപ്പ് ഇന്റഗ്രൽ ഇക്വേഷൻ ആണ് ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ജനറൽ ഫോം ആണ് ഇവിടെ കൊടുത്തത്. ഇനി ഓരോ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് എന്താന്ന് നോക്കാം. വേർ ആൽഫ എഫ് കെ ആർ ഗിവൺ ഫംഗ്ഷൻസ്. ഈ ആൽഫയും അതേപോലെ ഈ എഫ്, ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നതും അതേപോലെ കെ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ മൂന്ന് ഫംഗ്ഷൻസും ഈ ഇന്റഗ്രൽ ഇക്വേഷനിൽ നമുക്ക് തരും. ഏത് ഫംഗ്ഷൻ ആണെന്ന് തരും. y of എക്സിന്റെ പ്ലേസിൽ y of സോൾവ് ചെയ്യാൻ തരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ സോൾവ് ചെയ്യാൻ തരുമ്പോൾ, ഇത് ജനറൽ ഫോം അല്ലേ. സോ അതിനകത്ത് ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഈ കെ ഓഫ് എക്സ് കൈ എന്ന് പറയുന്ന ഫംഗ്ഷനൊക്കെ അവിടെ തന്നേക്കും, എന്ത് ഫംഗ്ഷൻ ആണെന്നൊക്കെ.
എന്നിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്ത് y of x കണ്ടുപിടിക്കണം. ഓക്കെ, സോ വേർ ആൽഫ എഫ് ആൻഡ് കെ ആർ ഗിവൺ ഫംഗ്ഷൻസ്, അതേപോലെ ലാംഡ എ ആൻഡ് ബി, അത് മൂന്നും എന്താണ്, കോൺസ്റ്റന്റ്സ് ആണ്. ദ ഫംഗ്ഷൻ y of x ഈസ് ടു ബി ഡിറ്റർമിൻ, നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് y of x എന്ന് പറയുന്നത്. ദ ഗിവൺ ഫംഗ്ഷൻ, ഇനി ഈ കെ ഓഫ് എക്സ് കൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പേര് കേർണൽ എന്നാണ്. ഇവിടെ കെ ഓഫ് എക്സ് കൈ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെയാണ് നമ്മൾ കേർണൽ ഓഫ് ദി ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. സോ അതാണ് നെക്സ്റ്റ് പറയുന്നത്. ദ ഗിവൺ ഫംഗ്ഷൻ കെ ഓഫ് എക്സ് കൈ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ, ഇത് രണ്ട് വേരിയബിൾ, ഈ കെ എന്ന് പറയുന്ന ഫംഗ്ഷൻ രണ്ട് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഏതിനൊക്കെയാണ്? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ സീറ്റ എന്ന് പറയുന്ന വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ എക്സിനെ പറയുന്ന പേരാണ് കറന്റ് വേരിയബിൾ എന്ന് പറയും. അതേപോലെ കൈ എന്ന് പറയുന്ന ഈ വേരിയബിളിനെ നമ്മൾ ഓക്സിലറി വേരിയബിൾ എന്ന് വിളിക്കും. സോ ദ ഗിവൺ ഫംഗ്ഷൻ കെ ഓഫ് എക്സ് കൈ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കറന്റ് വേരിയബിൾ എക്സ് ആസ് വെൽ ആസ് ദ ഓക്സിലറി വേരിയബിൾ കൈ ഈസ് നോൺ ആസ് ദ കേർണൽ ഓഫ് ദി ഇന്റഗ്രൽ ഇക്വേഷൻ. സോ ഇന്റഗ്രൽ ഇക്വേഷനകത്ത് കേർണലിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഗ്രൂപ്പ് തിയറിയിലൊക്കെ അല്ലെങ്കിൽ ഹോമോമോർഫിസം ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേർണൽ ഓഫ് എ ഹോമോമോർഫിസം എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഓക്കെ, സോ ഇവിടെ കെ ഓഫ് എക്സ് കൈ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ കേർണൽ ഓഫ് ദി ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. അതിനകത്ത് രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും കൈയും. എക്സിനെ നമ്മൾ കറന്റ് വേരിയബിൾ എന്നും കൈയെ നമ്മൾ ഓക്സിലറി വേരിയബിൾ എന്നും വിളിക്കും. ഓക്കെ, സോ ഇതാണ് ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോം, ജനറൽ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. ആൽഫ ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ ഫ്രം എ ടു ബി കെ ഓഫ് എക്സ് കൈ വൈ ഓഫ് കൈ ഡി കൈ. ഇതിൽ വൈ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നോക്കിയാൽ അറിയാം വൈ ഇന്റഗ്രൽ സൈനകത്തും വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആൽഫ എഫ് കെ ഓഫ് എക്സ് കെ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒക്കെ നമുക്ക് ഇത് വെച്ചൊരു ഇന്റഗ്രൽ ഇക്വേഷൻ എഴുതുമ്പോൾ അതിനകത്ത് ഡിഫൈൻഡ് ആയിരിക്കും. നമുക്കിവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്ന വൈ ആണ്. ഇനി ഇതിനകത്ത് എന്താണ്, ഈ ആൽഫയും എഫും കെ ഒക്കെ ഫംഗ്ഷൻസ്, ലാംഡയും എയും ബിയും കോൺസ്റ്റൻസ്, അതേപോലെ വൈ ഓഫ് എക്സ് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ, പിന്നെ കെ ഓഫ് എക്സ് കൈ ആണ് നമ്മൾ കേർണൽ എന്ന് വിളിക്കുക. അതിനകത്ത് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കറന്റ് വേരിയബിളും കൈ എന്ന് പറയുന്ന വേരിയബിൾ ഓക്സിലറി വേരിയബിളും ആണ്. ഓക്കെ, ക്ലിയർ ആണോ ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ പറഞ്ഞത്? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് അടുത്ത ഇന്റഗ്രൽ ഇക്വേഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ടൈപ്പ്. സോ നെക്സ്റ്റ് ടൈപ്പ്, സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇന്റഗ്രൽ ഇക്വേഷന്റെ പേരാണ് വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷൻ. സോ അതിന്റെ ജനറൽ ഫോം ഇതാണ്. ആൽഫ ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ് കെ ഓഫ് എക്സ് കൈ വൈ ഓഫ് കൈ ഡി കൈ. സോ ഇത് ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷനും വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷനും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം ഇതാണ്. ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ നിങ്ങൾ നേരത്തെ കണ്ട ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷനെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇന്റഗ്രൽ ഫ്രം എ ടു ബി ആയിരുന്നു. എന്നാൽ വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷനിൽ വരുമ്പോൾ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അത് എ ടു എക്സ് ആണ്, ബിയുടെ പ്ലേസിൽ എക്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ് ബിയുടെ പ്ലേസിൽ വന്നിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷനും വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം. ബാക്കി ഫോമുല എല്ലാം ഒരേപോലെയാണ്. ആൽഫ ഓഫ് എക്സ് ഇൻറ്റു, സോ വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷന്റെ ഫോമുല എന്താണ്? ആൽഫ ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ് കെ ഓഫ് എക്സ് ഖൈ വൈ ഓഫ് ഖൈ ഡി ഖൈ. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഖൈ ആട്ടോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഫ്രെഡ്ഹോമിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഒരേ ഒരു വ്യത്യാസം, ഇവിടെ ബിയുടെ പ്ലേസിൽ വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷനിലേക്ക് വരുമ്പോൾ എക്സ് ആവും. ഓക്കെ, ഇനി ഇവിടുത്തെ മറ്റേ നമ്മൾ ഡിഫൈൻ ചെയ്ത പോലെ തന്നെയാണ്. ആൽഫ ഓഫ് എക്സും എഫ് ഓഫ് എക്സും കെ ഓഫ് എക്സ് കൈ ഒക്കെ ഫംഗ്ഷൻസ് ആണ്. അതേപോലെ വൈ ഓഫ് എക്സ് ആണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ട ഫംഗ്ഷൻ. അതേപോലെ കെ ഓഫ് എക്സ് കൈ എന്താണ്? കേർണൽ ഓഫ് ദി ഇന്റഗ്രൽ ഇക്വേഷൻ എന്നാണ് വിളിക്കുക. കേർണൽ തന്നെയാണ് ഇവിടെയും പറയുക. പിന്നെ കറന്റ് വേരിയബിൾ ആണ് എക്സ്, അതേപോലെ ഓക്സിലറി വേരിയബിൾ ആണ് ഖൈ. അതിനൊന്നും വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡിഫൈൻ ചെയ്യാത്തത്. ഓക്കെ, ഇനി കുറച്ച് നമ്മൾ ഈ ഇന്റഗ്രൽ ഇക്വേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കാം. Note 1. In the Fredholm integral equation, if the upper limit to b is replaced by the current variable x, we get the Volterra integral equation. അതായത് Volterra integral equationും Fredholm integral equationും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് Fredholm integral equation എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും Fredholm integral equation കോൺസ്റ്റന്റ് ആണ്. എയും ബിയും അല്ലേ വരിക. ഓക്കെ, എന്നാൽ Volterra integral equationൽ വരുമ്പോൾ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. അതായത് നമ്മൾ കറന്റ് വേരിയബിൾ എക്സ് ആണ് അപ്പർ ലിമിറ്റ് ആയിട്ട് വരിക. അത്രേ ഉള്ളൂ വ്യത്യാസം. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. In the Fredholm integral equation, if the upper limit b is replaced by the current variable x, we get എന്താണ്? Volterra integral equation. So note 2, നമുക്ക് സെക്കൻഡ് നോട്ടിലേക്ക് പോവാം. സോ ഇതിനകത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. When alpha is identically equal to 0, the unknown function y appears only under the integral sign
and the equation, integral equation is known as integral equation of first kind. അതായത് ഇവിടെ പറയാൻ പോകുന്ന ഈ വോൾട്ടറയിലാണെങ്കിലും ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ ആണെങ്കിലും ഏതിനകത്താണെങ്കിലും ആൽഫ ഓഫ് എക്സ് അഥവാ ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ സീറോ ആണെങ്കിൽ, ഐഡന്റിക്കലി ഈക്വൽ ടു സീറോ മീൻസ് ദാറ്റ് ഈസ് സീറോ ഫംഗ്ഷൻ, ആ സീറോ ഫംഗ്ഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇന്റഗ്രൽ ഇക്വേഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് വിളിക്കും. ഓക്കെ, നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. കാരണം ഈ ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ, വോൾട്ടർ ഇന്റഗ്രൽ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് നെറ്റിന് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും. ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ ഇതിൽ ഏതാണ് ഫ്രെഡ്ഹോം, ഇതിൽ ഏതാണ് വോൾട്ടറ, അതേപോലെ ഏതാണ് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്, സെക്കൻഡ് കൈൻഡ്, ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ നോക്കി എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരും. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ശരിക്കും ഈ ഇന്റഗ്രൽ ഇക്വേഷനും കാൽക്കുലസ് ഓഫ് വേരിയേഷൻ ഒന്നും സിലബസിൽ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ആ നെറ്റ് സിലബസുമായിട്ട് കണക്ട് ചെയ്താണ് ഇപ്പൊ അതും കൂടെ സിലബസിലേക്ക് വന്നത് ഈ വർഷം മുതലാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് അതിനും യൂസ്ഫുൾ ആണ്. പിന്നെ ഇത് ഇന്റഗ്രൽ ഇക്വേഷൻസ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് സോൾവ് ചെയ്ത് നമുക്ക് ടൈം അധികം എടുക്കാതെ ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നോക്കുക ആൽഫ എന്ന് പറയുന്നത്, സോ ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ സീറോ ആയിട്ട് വരിക. സോ ഇവിടെ ആൽഫ സീറോ ആകുമ്പോൾ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ദ അൺനോൺ ഫംഗ്ഷൻ y appears only under the integral sign. അതായത് ആൽഫ സീറോ ആകുമ്പോൾ y എന്ന് പറയുന്ന ഇന്റഗ്രൽ സൈനിനകത്ത് മാത്രമേ വരൂ. നിങ്ങളിപ്പോൾ വോൾട്ടർ ഇന്റഗ്രൽ ഇക്വേഷൻ നോക്കി, ആൽഫ ഓഫ് എക്സിന് ഞാൻ ഇവിടെ സീറോ കൊടുത്തു, അപ്പൊ സീറോ ഇൻറ്റു വൈ ഓഫ് എക്സ് എന്ന് വരും. സോ ഈ ലെഫ്റ്റ് സൈഡ് എന്താവും? സീറോ ആകും. സോ ഈ ലെഫ്റ്റ് സൈഡ് സീറോ എന്നായിരിക്കും നമുക്ക് വരിക. സോ ഇക്വേഷൻ എന്തായി മാറും? എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ് കെ ഓഫ് എക്സ് കൈ വൈ ഓഫ് കൈ ഡി കൈ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. സോ നമ്മുടെ കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ വൈ ഓഫ് എക്സ് അഥവാ വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനകത്ത് മാത്രമേ ഉള്ളൂ? ഇന്റഗ്രലിനകത്ത് മാത്രമേ ഉള്ളൂ. സോ അതാണ് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറഞ്ഞാൽ. ആൽഫ ഓഫ് എക്സ് സീറോ ആകും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട, ഡിറ്റർമിൻ ചെയ്യേണ്ട ഫംഗ്ഷൻ വൈ ഓഫ് എക്സ് ഇന്റഗ്രലിനകത്ത് മാത്രമേ കാണുള്ളൂ. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. വെൻ ആൽഫ ഇസ് ഐഡന്റിക്കലി സീറോ, ദ അൺനോൺ ഫംഗ്ഷൻ വൈ അപ്പിയേഴ്സ് ഓൺലി അണ്ടർ ദി ഇന്റഗ്രൽ സൈൻ ആൻഡ് ദി ഇക്വേഷൻ ഇസ് നോൺ ആസ്, അങ്ങനെ വരുന്ന ഇക്വേഷനാണ് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് വിളിക്കുക. ഇനി അത് വോൾട്ടർ ഇന്റഗ്രൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ വോൾട്ടർ ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയും. ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ ആണെങ്കിൽ എന്ത് പറയും? ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. അത്രേ ഉള്ളൂ. കാരണം എന്താ? നമുക്ക് ഇവിടെ കിട്ടുന്ന എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഉണ്ട്. ഫ്രെഡ്ഹോമിലാണെങ്കിൽ എങ്ങനെ കിട്ടും? ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് സീറോ ആവും. അവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇന്റഗ്രൽ ഫ്രം എ ടു ബി വരുമെന്നേ ഉള്ളൂ. സോ നമ്മുടെ ലിമിറ്റ് നോക്കിയാൽ മതി. ഇന്റഗ്രൽ ഫ്രം എ ടു ബി ആണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് വിളിക്കും. ഇനി എ ടു എക്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? വോൾട്ടർ ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് വിളിക്കും. എനിവേ ഏതിലാണെങ്കിലും ആൽഫ ഓഫ് എക്സ് സീറോ ആയ അത് ആ കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയും. വോൾട്ടർ ആണെങ്കിൽ അങ്ങനെ, ഫ്രെഡ്ഹോം ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, സോ നെക്സ്റ്റ്, സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആട്ടോ. നെക്സ്റ്റ്, വെൻ ആൽഫ ഇസ് ഐഡന്റിക്കലി ഈക്വൽ ടു 1. ഇനി ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂ 1 ആണെന്നിരിക്കട്ടെ. അങ്ങനെ ആണെങ്കിൽ ദ അൺനോൺ ഫംഗ്ഷൻ y അപ്പിയേഴ്സ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ഇന്റഗ്രൽ. അങ്ങനെ ആണെങ്കിൽ y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻസൈഡിലും ഔട്ട്സൈഡിലും കാണും ഇന്റഗ്രൽ സൈൻ്റെ. ആൻഡ് ദി ഇക്വേഷൻ ഇസ് നോൺ ആസ് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. ആ കേസിൽ നമ്മൾ ആ ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് വിളിക്കും. ഓക്കെ, സോ ആൽഫ ഓഫ് എക്സ് 1 ആവുന്ന കേസ് ഇവിടെ നോക്കുക. ഇന്റഗ്രൽ ഇക്വേഷൻ ആൽഫ ഓഫ് എക്സ് 1 ആയാൽ നമുക്ക് എന്ത് കിട്ടും? വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇന്റഗ്രൽ എ ടു എക്സ് കെ ഓഫ് എക്സ് കൈ വൈ ഓഫ് കൈ ഡി കൈ. സോ അങ്ങനത്തെ ഇന്റഗ്രൽ ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് വിളിക്കും. അവിടെ ആൽഫ ഓഫ് എക്സ് 1 ആണ്. ഓക്കെ, ഇനിയിപ്പം ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് ആണെങ്കിൽ നമുക്ക് എന്താ വരിക? ഇത് തന്നെയാണ് വരിക. ഓക്കെ, വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇന്റഗ്രൽ ഫ്രം എ ടു ബി എന്ന് വരുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത് പിന്നെ നമുക്ക് ഒരു പ്രോപ്പർട്ടി നോക്കിയാൽ അറിയാം. ഇവിടെ ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് വരുമ്പോൾ എന്താണ്? ആൽഫ ഓഫ് എക്സ് 1 ആണ്. അതുകൊണ്ട് തന്നെ വൈ ഓഫ് എക്സ് അഥവാ വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇന്റഗ്രലിനകത്തുമുണ്ട്, അതേപോലെ തന്നെ ഇന്റഗ്രലിന് പുറത്തുമുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ അതാണ് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. ഇനി നെക്സ്റ്റ് തേർഡ് പ്രോപ്പർട്ടി നോക്കുക. വെൻ ആൽഫ ഇസ് നോട്ട് എ കോൺസ്റ്റന്റ് ബട്ട് ഈസ് എ പ്രിസ്ക്രൈബ്ഡ് ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇനി ആൽഫ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഒന്നുമല്ല. ഇപ്പൊ ആൽഫ സീറോയും 1 ആവുന്ന കേസ് നമ്മൾ പറഞ്ഞു. ആൽഫ സീറോ ആകുമ്പോൾ ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആവും. ആൽഫ 1 ആവുമ്പോൾ ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് ആവും. ഇനി ആൽഫ കോൺസ്റ്റന്റ്സ് ഒന്നുമല്ല, ഒരു പ്രിസ്ക്രൈബ്ഡ് ഫംഗ്ഷൻ ഓഫ് എക്സ്, സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് ആൽഫ. അങ്ങനെ ആണെങ്കിൽ ദി ഇക്വേഷൻ ഈസ് സംടൈംസ് കോൾഡ് ആൻ ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് തേർഡ് കൈൻഡ്. ഇനി ആൽഫ സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആവുന്ന കേസിൽ നമ്മൾ അതിനെ ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് തേർഡ് കൈൻഡ് എന്ന് പറയും. ഇതങ്ങനെ പോപ്പുലർ ഒന്നും അല്ല. കാരണം ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് തേർഡ് കൈൻഡ് എന്ന് പറയുന്നതിന് വലിയ റെലവൻസ് ഒന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ടു ആൻ ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. കാരണം നമുക്ക് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് തേർഡ് കൈൻഡ് എന്നുള്ളതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാം? സെക്കൻഡ് കൈൻഡിലേക്ക് മാറ്റാൻ സാധിക്കും. കാരണം അതെങ്ങനെയാണ് സെക്കൻഡ് കൈൻഡിലേക്ക് മാറ്റുക?
നിങ്ങളിവിടെ നോക്കുക, ഞാനിപ്പോൾ ഈ ഇന്റഗ്രൽ ഇക്വേഷൻ എടുത്തിട്ട് ഇവിടെ ആൽഫ ഓഫ് എക്സ് സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, നോൺ സീറോ ഫംഗ്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഇക്വേഷനെ ആൽഫ ഓഫ് എക്സ് വെച്ചിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്താവും, വൈ ഓഫ് എക്സ് മാത്രമാവും ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ആൽഫ ഓഫ് എക്സ് എന്ന് വരും. ആ എഫ് ഓഫ് എക്സ് ബൈ ആൽഫ ഓഫ് എക്സ് വരുന്നതിന് ഞാൻ വേറൊരു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കൊടുക്കുക. അതേപോലെ ഇവിടെയും എഫ് ഓഫ് ആൽഫ ഓഫ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ കേർണൽ ഓഫ് എക്സ് കൈ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇപ്പൊ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു സീറ്റ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആൽഫ ഓഫ് എക്സ് എഴുതിയാലും അത് ഇന്റഗ്രലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ കെ ഓഫ് എക്സ് കൈ ബൈ ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ സം കെ ഡാഷ് ഓഫ് എക്സ് കൈ എന്ന് കൊടുക്കുക. സോ അങ്ങനെ ഇപ്പൊ ആൽഫ സം ഫംഗ്ഷൻ ഓഫ് എക്സ് വരുന്ന കേസിൽ നമുക്ക് ആ ആൽഫ ഓഫ് എക്സ് വെച്ച് മൊത്തം ഡിവൈഡ് ചെയ്താലും ഇത് വീണ്ടും എന്തായി, ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ തന്നെയായിരിക്കും നമുക്ക് വരിക. കൂടാതെ അവിടെ നമ്മൾ നോക്കിയാൽ വൈ ഓഫ് എക്സ് ഇന്റഗ്രലിനകത്തും പുറത്തും ഉണ്ട്. സോ ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് ആയിട്ട് മാറും അത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയുമ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 1 ആയാലും സെക്കൻഡ് കൈൻഡ് ആവും. അതേപോലെ ആൽഫ സം ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാലും നമുക്ക് ആൽഫ ഓഫ് എക്സ് വെച്ച് കംപ്ലീറ്റ് ആ ഇക്വേഷനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് സെക്കൻഡ് കൈൻഡിലേക്ക് മാറ്റാൻ സാധിക്കും. സോ നിങ്ങൾ ഇപ്പൊ ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ തന്നിട്ട് ഫസ്റ്റ് കൈൻഡ് ആണോ സെക്കൻഡ് കൈൻഡ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഇത്രയും നോക്കിയാൽ മതി. ഫസ്റ്റ് കൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ആൽഫ 0 ആണ്. ഓക്കെ, അത് കൂടാതെ നമുക്ക് മറ്റൊരു രീതിയിലും ഐഡന്റിഫൈ ചെയ്യാം. എന്താണ്, ഈ അൺനോൺ ഫംഗ്ഷൻ y എന്ന് പറയുന്നത് ആൽഫ 0 ആകുമ്പോൾ y ഇന്റഗ്രൽ സൈൻ അകത്ത് മാത്രമേ കാണൂ. സോ അങ്ങനെ നോക്കിയാൽ മതി. ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണെങ്കിൽ ഇന്റഗ്രൽ സൈനകത്ത് മാത്രമേ ഈ y എന്ന് പറയുന്ന ഫംഗ്ഷൻ വരൂ. ഇനി ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡിലേക്ക് നമ്മൾ വന്നാൽ എന്താണ്, ആ അൺനോൺ ഫംഗ്ഷൻ y ഇന്റഗ്രലിനകത്തും കാണും, അതേപോലെ ഇന്റഗ്രലിന് വെളിയിലും കാണും. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ അതിനെ ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് വിളിക്കും. ആൽഫ 1 ആകണം എന്നവിടെ നിർബന്ധമില്ല. കാരണം ഞാൻ പറഞ്ഞു ആൽഫ സം ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാലും നമുക്ക് അതിനെ ആൽഫ ഓഫ് എക്സ് വെച്ച് കംപ്ലീറ്റ് അങ്ങ് ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് കൈൻഡിലേക്ക് മാറ്റാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അത് നോക്കിയാൽ മതി. ഇന്റഗ്രലിനകത്ത് മാത്രമേ y ഉള്ളെങ്കിൽ അത് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആവും. ഇന്റഗ്രലിനകത്തും y ഉണ്ട്, കൂടാതെ പുറത്തും y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് ആവും. ഓക്കെ, ഈ തേർഡ് കൈൻഡ് എന്ന് പറയുന്നതിന് വലിയ റെലവൻസ് ഒന്നുമില്ല. നമ്മൾ നെറ്റിന്റെ തിയറിയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് കൈൻഡും സെക്കൻഡ് കൈൻഡും മാത്രമേ ഉള്ളൂ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യത്തുള്ളൂ. സോ അത് ഇന്റഗ്രലിനകത്തും പുറത്തും ഉണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യുക നമ്മൾ. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞത്? ഓക്കെ, നിങ്ങൾക്ക് ഞാൻ എവിടെയെങ്കിലും വെച്ച് മനസ്സിലായില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുകൂടെ പറയണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് അന്നേരം തന്നെ ചോദിക്കാം കേട്ടോ. ക്ലാസ്സിന്റെ ഇടയ്ക്ക് അന്നേരം തന്നെ നിങ്ങൾക്ക് ചോദിക്കാം, അതൊന്നും പ്രശ്നമില്ല. നമുക്ക് ഒന്നുകൂടെ പറയണമെങ്കിലോ ഒക്കെ പറഞ്ഞു പോവാം, കാരണം പുതിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, പിന്നെ ഇനി നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ അൺനോൺ ഫംഗ്ഷൻ y ഡിപ്പെൻഡ്സ് അപ്പോൺ ടു കറന്റ് വേരിയബിൾസ്. നമ്മുടെ അൺനോൺ ഫംഗ്ഷൻ y എന്ന് പറയുന്നത് നേരത്തെ എന്താണ്, എക്സിനെ മാത്രമല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മൾ അൺനോൺ ഫംഗ്ഷൻ y എഴുതുമ്പം എന്താണ്, y ഓഫ് എക്സ് ആണത്. എക്സ് എന്ന് പറയുന്ന കറന്റ് വേരിയബിളിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എക്സിന് പകരം സം ഖൈ കൊടുക്കുമ്പോൾ ഇത് ഇന്റഗ്രലിനകത്ത് y ഓഫ് ഖൈ എന്ന് എഴുതുന്നതേ ഉള്ളൂ. പക്ഷെ അതൊരു സിംഗിൾ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളായിരുന്നു. y എന്ന് പറയുന്നത് എക്സിനെ മാത്രമല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന കേസ് y എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസാണ്. എക്സിനെ മാത്രമല്ല y ഒരു ഇസഡിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതും എന്നാണ് പറയുന്നത്. ഓക്കെ, if the unknown function y depends upon two current variables x and z, and അല്ല കേട്ടോ, ഇവിടെ and ആണ്, ഞാൻ എഴുതിയപ്പോൾ തെറ്റിയതാണ്, x and z, then the corresponding two-dimensional Fredholm integral equation. So ആ കേസിൽ നമ്മൾ two-dimensional Fredholm integral equation ആണ് എഴുതുക. അതായത് നമ്മൾ ഇന്റഗ്രൽ ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ രണ്ട് ഇന്റഗ്രൽസ് വരും. ഓക്കെ, കാരണം രണ്ട് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ രണ്ട് വെച്ചിട്ടും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. സോ അതാണ്. സോ ടു ഡയമെൻഷണൽ ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ ആണ് ആ കേസിൽ വരിക. സോ അതെന്താണ്, രണ്ട് വേരിയബിൾസ്, നേരത്തെ ആൽഫ ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് എന്നല്ലേ നേരത്തെ വന്നത്. ഇവിടെ y എന്ന് പറയുന്ന എക്സിനെയും ഇസഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താവും, ആൽഫയും എക്സിനെയും സെഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കും. സോ ആൽഫ ഓഫ് എക്സ് ഇസഡ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുണ്ടായിരുന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കും, എഫ് ഓഫ് എക്സ് ഇസഡ് പ്ലസ് ലാംഡ ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്ന് ഞാൻ എടുക്കുക. കാരണം ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ രണ്ട് ലിമിറ്റും കോൺസ്റ്റൻസ് ആയിരിക്കും വരിക. സം എ ടു ബി, സം സി ടു ഡി, അങ്ങനെ ആയിരിക്കും വരിക. ഞാനിപ്പോൾ അത് എഴുതുന്നില്ല, ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന റീജിയൻ ഓവർ ആർ എന്ന് കൊടുക്കുകയാണ്. കെ ഓഫ്, നേരത്തെ കെ ഓഫ് എക്സ് ഖൈ അല്ലേ വന്നത്, ഇവിടെ എക്സ് മാത്രമല്ല എക്സും ഇസഡും വരും. സോ എക്സ് കോമ ഇസഡ്, പിന്നെ ഖൈ മാത്രമല്ല
ഇവിടെ രണ്ട് കറണ്ട് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കേർണലിനകത്ത് രണ്ട് ഓക്സിലറി വേരിയബിൾസും കൂടെ കൊടുക്കണം. സോ അതുകൊണ്ട് തന്നെ രണ്ട് ഓക്സിലറി വേരിയബിൾസ് ഞാൻ ഖൈയും അതേപോലെ ഈറ്റയുമായിട്ട് കൊടുക്കുകയാണ്. ഖൈ ആൻഡ് ഈറ്റ ആ ടു വേരിയബിൾസ് പറഞ്ഞെടുക്കുകയാണ്. സോ അങ്ങനെ കെ ഓഫ് എക്സ് ഇസഡ് ഖൈ ഈറ്റ ഇൻറ്റു നേരത്തെ ഇൻറ്റു വൈ ഓഫ് ഖൈ മാത്രമായിരുന്നു. ഓക്സിലറി വേരിയബിൾ ആണ് നെക്സ്റ്റ് വൈയുടെ ഇതിനകത്ത് കൊടുക്കുക ഫംഗ്ഷനകത്ത്. ഇവിടെ എന്ത് കൊടുക്കണം? രണ്ട് ഓക്സിലറി വേരിയബിൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈ ഓഫ് ഖൈ ആൻഡ് സീറ്റ ഡി ഖൈ. നേരത്തെ ഡി ഖൈ മാത്രമായിരുന്നു, ഇവിടെ ഡി ഖൈ ഡി സീറ്റ എന്നും കൂടി വരും. ഓക്കെ, സോ ഇതെങ്ങനെയാണ് എഴുതുന്നത്? ഇനിയിപ്പോൾ ഓൾട്ടർ ഇന്റഗ്രൽ ഇക്വേഷൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് നമ്മൾ എന്താണ് കൊടുക്കുക? ഇവിടെ ഡബിൾ ഇന്റഗ്രൽ വ്യത്യാസമൊന്നുമില്ല. ഡബിൾ ഇന്റഗ്രൽ ലിമിറ്റ്, ഇവിടെ ലിമിറ്റ് ഓവർ ആർ എന്നാണ് ഞാൻ കൊടുത്തത്. എനിവേ എ ടു ബി സി ടു ഡി എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻസ് ആണ് ഇവിടെ ലിമിറ്റ് എങ്കിൽ അവിടെ എന്തായിരിക്കും വരിക? എ ടു എക്സും അതേപോലെ തന്നെ സം ബി ടു എന്തായിരിക്കും വരിക? ഇസഡ് ആണ് വരിക. അവിടെ എ ടു എക്സ്, ഇവിടെ എക്സും ഇസഡും അല്ലേ വേരിയബിൾസ്. സോ ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ് അതേപോലെ ഇന്റഗ്രൽ ഫ്രം സം ബി ടു ഇസഡ് അങ്ങനെയായിരിക്കും വരിക. അത്രേ ഉള്ളൂ വ്യത്യാസം. എനിവേ ജസ്റ്റ് ഇത് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. 2 ഡയമെൻഷണൽ കേസിലൊക്കെ ഒന്നും നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. ഇന്റഗ്രൽ ഇക്വേഷനെ നമ്മൾ 1 ഡയമെൻഷണൽ കേസാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഇതിനെ 2 ഡയമെൻഷനിലേക്ക് 3 ഡയമെൻഷനിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം എന്ന് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു റിസൾട്ട് ആണ് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ ഫ്രം, ഇത് ഇന്റഗ്രൽ ഇക്വേഷനകത്ത് ഇന്റഗ്രൽ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു റിസൾട്ട് ആണ്. സോ ഈ ഫോർമുല പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ ഫ്രം എ ഓഫ് എക്സ് ടു ബി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഖൈ ഡി ഖൈ. സോ ഇന്റഗ്രൽ ഫ്രം എ ഓഫ് എക്സ് ടു ബി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഖൈ ഡി ഖൈ എന്ന ഫോമിലെ ഇന്റഗ്രലിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം. ഡി ബൈ ഡി എക്സ് ഓഫ് ദാറ്റ് ഇന്റഗ്രൽ എടുക്കുവാണ്. സോ അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഫോമുല ഇങ്ങനെയാണ്. ഇന്റഗ്രൽ ഫ്രം എ ഓഫ് എക്സ് ടു ബി ഓഫ് എക്സ്, എന്നിട്ട് ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് അല്ലേ എടുക്കുന്നത്. സോ ഞാൻ അകത്തോട്ട് ഈ ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും സീറ്റയും. സോ അതിന് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് വരുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സും നമുക്ക് അതിനെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു സീറ്റയും പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് എന്ന് കൊടുത്തുകൊണ്ട് ഞാൻ അകത്ത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈ ഫംഗ്ഷനെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഖൈ എന്ന് വരും, ഡി ഖൈ. ഇവിടുത്തെ ഡി ഖൈ അതുപോലെ തന്നെ കൊടുക്കുന്നു. ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഖൈ ഡി ഖൈ പ്ലസ് നെക്സ്റ്റ് എന്താ വരിക? എഫ് ഓഫ് എക്സ് ബി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ബി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇന്റഗ്രലിനകത്ത് എഫ് ഓഫ് എക്സ് ഖൈ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഖൈക്ക് പകരം ഈ ഇന്റഗ്രലിന്റെ അപ്പർ ലിമിറ്റ് ബി ഓഫ് എക്സ് കൊടുത്ത് മാറ്റി എഴുതുന്ന ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ബി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ബി ഓഫ് എക്സ്. സോ ഈ ലിമിറ്റ്സ് ഇവിടെ എന്താണ്? ലിമിറ്റ്സ് രണ്ടും ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആണ്. സോ ഞാൻ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ബി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രമാണ്. സോ അവിടെ നമുക്ക് ഫുൾ ഡെറിവേറ്റീവ് എടുത്താൽ മതി, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. സോ എഫ് ഓഫ് എക്സ് ബി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ബി ഓഫ് എക്സ് മൈനസ് അടുത്തത് എന്താണ്? എഫ് ഓഫ് എക്സ് എ ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് കയ്യിൽ ഖൈക്ക് പകരം എ ഓഫ് എക്സ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. എഫ് ഓഫ് എക്സ് എ ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ ഓഫ് എക്സ്. സോ ഇത് ലെബിനിറ്റ്സ് റൂൾ തന്നെയാണ്, അതിന്റെ ഒരു ഫോം ആണ് ഈ വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ പി ഡിയുടെ പോർഷനിൽ ഇത് പഠിക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. ഓക്കെ, എനിവേ ഈ ഫോമുല പഠിച്ചു നോക്കണം. സോ ഞാൻ ഒന്നുകൂടെ പറയാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ ഫ്രം എ ഓഫ് എക്സ് ടു ബി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഖൈ ഡി ഖൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം എ ഓഫ് എക്സ് ടു ബി ഓഫ് എക്സ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഖൈ ഡി ഖൈ പ്ലസ് ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുന്നത് പ്ലസ് എഫ് ഓഫ് എക്സ് ബി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ബി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എ ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ ഓഫ് എക്സ്. ഇനി നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഈ ഇന്റഗ്രലിന്റെ ലിമിറ്റ്സ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആവണമെന്നില്ല, ജസ്റ്റ് കോൺസ്റ്റൻസ് വന്നാലും നമുക്ക് ഇതേ ഫോമുല തന്നെ അപ്ലൈ ചെയ്യാം. ഇവിടെ ഫ്രം ഇന്റഗ്രൽ ഫ്രം എ ടു ബി ആണെന്ന് വിചാരിച്ചു, സ്മോൾ എ സ്മോൾ ബി രണ്ട് കോൺസ്റ്റൻസ്. സോ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇന്റഗ്രൽ ഫ്രം എ ടു ബി ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഖൈ ഡി ഖൈ ഇതേ ഫോമുല തന്നെ അപ്ലൈ ചെയ്യാം നമുക്ക്. ഓക്കെ, പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു അപ്പർ ലിമിറ്റ് ബി എഫ് ഓഫ് എക്സ് ബി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ബി. ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ, സോ അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 ആയി പോകും. സോ ഈ ടേം വാനിഷ് ചെയ്തു പോകും. ഇനി മൈനസ് എഫ് ഓഫ് എക്സ് എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ. സോ എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അല്ലേ ഇവിടെ, സോ ഡി ബൈ ഡി എക്സ് ഓഫ് എയും എന്ത് വരും? 0 ആയി പോകും. സോ ഇപ്പൊ ഇന്റഗ്രലിന്റെ ലിമിറ്റ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ രണ്ട് ടേമും വാനിഷ് ചെയ്തു പോകും. പോയിട്ട് എന്ത് മാത്രമേ വരുള്ളൂ? ഈ ഇത്രയും പാർട്ട് മാത്രമേ വരുള്ളൂ. ഓക്കെ, സോ ഇതേ ഫോമുല തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇന്റഗ്രൽ കോൺസ്റ്റന്റ്സ് ആകുമ്പോഴും. ഇവിടെ ഈ രണ്ട് ടേമും 0 ആയി പോകുന്നേ ഉള്ളൂ. ഓക്കെ, സോ അത് അറിഞ്ഞിരിക്കാം. അതായത് ഈ കോൺസ്റ്റന്റ് അല്ല, ഇപ്പം ഈ നമ്മുടെ ഇന്റഗ്രലിന്റെ ലിമിറ്റ് അയ്യോ കോൺസ്റ്റന്റ് ആണ് ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലല്ലോ, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ രണ്ട് ടേംസ്
രണ്ടാമത്തെ ടേം മൂന്നാമത്തെ ടേം ഇത് രണ്ടും 0 ആയി പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇന്റഗ്രൽ ഇക്വേഷനിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഫോർമുല ഉണ്ടല്ലോ, ഇപ്പൊ ഈ പറഞ്ഞ ഫിഫ്ത്ത് ഫോർമുല, നോട്ടിലെ ഫിഫ്ത്ത് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഈ ഇന്റഗ്രൽ ഇക്വേഷന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ആ റിസൾട്ട് പറയുന്നത് ഇതാണ്: ആസ് എ യൂസ്ഫുൾ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഫോർമുല, അതായത് ആ ഫിഫ്ത്ത് റിസൾട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. ആസ് എ യൂസ്ഫുൾ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഫോർമുല വി കൺസിഡർ ദ ഡിഫറൻസിയേഷൻ ഓഫ് ദ ഫംഗ്ഷൻ IN ഓഫ് എക്സ് ഡിഫൈൻഡ് ബൈ ദി ഇക്വേഷൻ. സോ ഞാൻ IN ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്: ഇന്റഗ്രൽ ഫ്രം a to x എക്സ് മൈനസ് ഖൈ റേസ് ടു n മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് ഖൈ ഡി ഖൈ. ഈ ഫംഗ്ഷനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. വി കൺസിഡർ ദ ഡിഫറൻസിയേഷൻ ഓഫ് ദ ഫംഗ്ഷൻ IN ഓഫ് എക്സ് എന്നല്ലേ. സോ ഞാൻ IN ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. IN ഓഫ് എക്സ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്: ഇന്റഗ്രൽ ഫ്രം a to x എക്സ് മൈനസ് ഖൈ റേസ് ടു n മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് ഖൈ ഡി ഖൈ. ഇവിടെ n എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, അതേപോലെ a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഈ റിസൾട്ട് എനിക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് IN ഓഫ് എക്സ് എടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ ഫ്രം a to x എക്സ് മൈനസ് ഖൈ റേസ് ടു n മൈനസ് 1 എഫ് ഓഫ് ഖൈ ഡി ഖൈ അല്ലേ. സോ അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഈ ഫോമിലല്ലേ വന്നിരിക്കുന്നത്. സോ ഞാൻ ആ ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് ഖൈ എന്ന് വിളിക്കാം. എക്സിലും ഖൈയിലും ഉള്ളൊരു ഫംഗ്ഷൻ അല്ലേ. സോ ഈ ഫംഗ്ഷൻ ഡി ഖൈയുടെ കൂടെയുള്ള ഈ ഫംഗ്ഷനെ ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഖൈ എന്ന് എടുക്കുകയാണ്. ടേക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഖൈ ഇസ് ഈക്വൽ ടു എന്തെടുക്കുന്നു? എക്സ് മൈനസ് ഖൈ റേസ് ടു n മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് ഖൈ എന്ന് പറഞ്ഞെടുക്കുന്നു. ആൻഡ് അപ്ലൈ ഫോർമുല ഇൻ നോട്ട് 5. എന്നിട്ട് നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഈ ഡി ഐ എൻ ബൈ ഡി എക്സ് ചെയ്യുവാണ്. ഡി ഐ എൻ ബൈ ഡി എക്സ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ ഫ്രം a to x എക്സ് മൈനസ് ഖൈ റേസ് ടു n മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് ഖൈ ഡി ഖൈ. സോ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ആ ഫോർമുല നമ്മൾ കൊടുക്കുകയാണ്. സോ ഇന്റഗ്രൽ ഫ്രം a to x ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ്, ഒന്നുകൂടെ നോക്കുക ഈ ഫോർമുല നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ. ഇവിടെ ഡി ബൈ ഡി എക്സ് ഈ ഫോമിലാണ് വന്നത്. സോ അകത്ത് നമ്മൾ ആദ്യം എന്താണ്? ഡോ ബൈ ഡോ എക്സ് കൊടുത്തെഴുതും. എന്നിട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് അപ്പർ ലിമിറ്റ് കൊടുത്തിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് ബി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എ ഓഫ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് എ ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് ഖൈയുടെ പൊസിഷനിൽ കിടക്കുന്നത് എക്സ് മൈനസ് ഖൈ റൈസ് ടു n മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് ഖൈ ആന്നേ ഉള്ളൂ. സോ ദിസ് ഇസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ലിമിറ്റ് അത് തന്നെ, ഇന്റഗ്രൽ ഫ്രം a to x ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് മൈനസ് ഖൈ റൈസ് ടു n മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് ഖൈ ഡി ഖൈ പ്ലസ് എന്താണ്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. ഇന്റഗ്രലിന്റെ അപ്പർ ലിമിറ്റ് എക്സ് അല്ലേ. സോ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ദാറ്റ് അപ്പർ ലിമിറ്റ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലോവർ ലിമിറ്റ് എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ എന്ന് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം രണ്ട് ലിമിറ്റും ഫംഗ്ഷൻസ് ഓഫ് എക്സ് അല്ല, ഒരെണ്ണം കോൺസ്റ്റന്റ് ആണ്. അത് കുഴപ്പമില്ല, നമുക്ക് ആ റൂൾ അപ്ലൈ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. സോ ഇതെന്താവും? ഇന്റഗ്രൽ ഫ്രം a to x ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ ഫംഗ്ഷൻ എടുത്താൽ നിങ്ങൾ നോക്കുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഞാൻ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീറ്റ എന്ന് പറയുന്ന സീറ്റ അല്ല ഖൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ എഫ് ഓഫ് ഖൈ കോൺസ്റ്റന്റ് ആണ്. എഫ് ഓഫ് ഖൈ അതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ട്. എക്സ് മൈനസ് ഖൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്താൽ എന്ത് വരും? n മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് ഖൈ റേസ് ടു n മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് ഖൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1, മൈനസ് ഖൈയുടെ ഡെറിവേറ്റീവ് 0 ആയി പോകും. സോ എന്ത് തന്നെ വരുള്ളൂ? n മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് ഖൈ റേസ് ടു n മൈനസ് 2 ഇൻറ്റു എഫ് ഓഫ് ഖൈ കോൺസ്റ്റന്റ് ആണ്, അത് അതുപോലെ തന്നെ എഴുതുന്നു, ഡി ഖൈ പ്ലസ് ഇനി എഫ് ഓഫ് എക്സ് ഈ ഫംഗ്ഷനെയാണ് ഞാൻ എഫ് ഓഫ് എക്സ് ഖൈ എന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇന്റഗ്രലിനകത്തുള്ള ഈ ഫംഗ്ഷന്. സോ എഫ് ഓഫ് എക്സ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഈ ഫംഗ്ഷൻ എക്സ് മൈനസ് എക്സ് റൈസ് ടു n മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഖൈക്ക് പകരം എക്സ് കൊടുക്കുക. സോ എക്സ് മൈനസ് എക്സ് റൈസ് ടു n മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ്. സോ നെക്സ്റ്റ് അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എക്സ് മൈനസ് എക്സ് റൈസ് ടു n മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈസ് 1 മൈനസ് ഇനി ഖൈയുടെ പ്ലേസിൽ എ കൊടുത്താൽ എന്ത് വരും? എക്സ് മൈനസ് എ റൈസ് ടു n മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ഇൻറ്റു 0 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്കിവിടെ n മൈനസ് 1 ഇന്റഗ്രലിന് ഔട്ട് സൈഡ് എടുക്കാം. So n minus 1 into integral from a to x minus chi raised to n minus 2 into f of chi d chi. ഇനി ഈ രണ്ട് ടേമും 0 ആയ ഇവിടെ നോക്കുക, നിങ്ങൾ നെക്സ്റ്റ് ടേമിൽ എക്സ് മൈനസ് എക്സ് വരുന്നുണ്ട്. സോ അത് 0 ആയി പോകും. അടുത്ത ടേമിൽ ഇവിടെ ഇൻറ്റു 0 ആണ്, അതുകൊണ്ട് അതും 0 ആയി പോകും. ഓക്കെ, ഇനി ഇവിടെ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? n മൈനസ് 1 ഇൻറ്റു ഐ എൻ മൈനസ് 1 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കാരണം ഐ എൻ എന്ന് പറയുന്ന ഇന്റഗ്രൽ എന്തായിരുന്നു? ശ്രദ്ധിക്കുക, ഐ എൻ എന്ന് പറഞ്ഞപ്പം ഇന്റഗ്രൽ ഫ്രം a to x മൈനസ് ഖൈ റൈസ് ടു n മൈനസ് 1 ആണ് ഇവിടെ വരുന്നത്, എഫ് ഓഫ് ഖൈ ഡി ഖൈ. അങ്ങനെ ആണെങ്കിൽ ഐ n മൈനസ് 1 ഞാൻ എഴുതിയാൽ എന്ത് വരും?
ഇന്റഗ്രൽ ഫ്രം a to x x മൈനസ് ഐ റേസ് ടു ഇവിടെ അതിന്റെ പവർ ഇവിടെ n വന്നപ്പോൾ n വന്നപ്പോൾ n മൈനസ് 1 വന്നു. സോ n-1 എഴുതുമ്പോൾ പവർ എന്ത് വരും? n-2 വരും. ഓക്കെ, സോ അതല്ലേ നമുക്ക് ഇവിടെ കിടക്കുന്ന ഇന്റഗ്രൽ റൈറ്റ് സൈഡിൽ ഇന്റഗ്രൽ ഫ്രം a to x x മൈനസ് ഐ റേസ് ടു n-2 f of k dk. സോ അതിനെ ഞാൻ n-1 എന്ന് കൊടുക്കുന്നു. പ്രൊവൈഡഡ് n ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഓക്കെ, കാരണം i0 ആണ് ഏറ്റവും ചെറുത്. ഓക്കെ, അതുകൊണ്ടാണ് n ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം എന്ന് പറഞ്ഞത്. സോ i0 അല്ല, സോറി i1 മുതലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. n ഒരു പോസിറ്റീവ് ഇന്റിജർ എന്നല്ലേ പറഞ്ഞിരുന്നത് ഇവിടെ. n ഇസ് എ പോസിറ്റീവ് ഇന്റിജർ. സോ അതുകൊണ്ട് n ന് എടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് വാല്യൂ 1 ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ n ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. n 2 എടുത്തു കഴിഞ്ഞാൽ എന്താണ്? i1 വരും. സോ അതുകൊണ്ടാണ് n ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ i0 ആയിട്ട് പോകും. സോ അങ്ങനെ ഇല്ല, ഇന്റഗ്രൽ n ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ n പോസിറ്റീവ് ഇന്റിജർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ n ഗ്രേറ്റർ ദാൻ 1 എടുക്കുന്നത്. ഓക്കെ, ഇനി n ഈക്വൽ ടു 1 ആവുന്ന കേസ്, n ഈക്വൽ ടു 1 ആവുന്ന കേസ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല. ഞാനത് അല്ലാതെ ചെയ്യുവാണ്. n ഈക്വൽ ടു 1 ആവുമ്പോൾ എന്താണ്? ഓക്കെ, നിങ്ങൾ ഈ ഫംഗ്ഷൻ നോക്കുക. ഇവിടെ n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ ഫ്രം a to x i1 എഴുതിയാൽ ഇന്റഗ്രൽ ഫ്രം a to x x മൈനസ് ഐ റേസ് ടു 1 മൈനസ് 1, അതായത് x മൈനസ് ഐ റേസ് ടു 0 f of k dk എന്ന് വരും. സോ അതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതോ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പ്രയാസമാണോ ഫോളോ ചെയ്യാൻ? ഓക്കെ ഓക്കെ, സോ ഞാൻ di1/dx എടുക്കുകയാണ്. di1/dx ആ i1 എന്ന് പറയുന്ന ഇന്റഗ്രൽ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. d/dx ഓഫ് എന്തായിരുന്നു i1? ഇന്റഗ്രൽ ഫ്രം a to x. ഞാനിപ്പോൾ പറഞ്ഞത് x മൈനസ് ഐ റേസ് ടു 1 മൈനസ് 1. ജനറൽ ഇന്റഗ്രലിൽ n പ്ലേസിൽ 1 കൊടുത്ത്. സോ 1 മൈനസ് 1 f of k dk. സോ ഈ x മൈനസ് ഐ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആവും. സോ ഇതെന്താണ്? d/dx ഓഫ് ഇന്റഗ്രൽ ഫ്രം a to x f of k dk. ഇനി ഇവിടെ ഞാൻ നേരത്തെ നമ്മുടെ ആ 5th നോട്ട് 5ൽ എഴുതിയ അതേ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. d/dx ഓഫ് ഇന്റഗ്രൽ ഫ്രം a to x f of k dk ഇല്ലേ? സോ ആ ജനറൽ ഇക്വേഷനിൽ f of x k എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലേ ഇവിടെ f of k. അതായത് നോക്കുക, നോട്ട് 5ലെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുക. സോ ഇവിടെ d/dx ഓഫ് ഒരു ഇന്റഗ്രൽ, ഇവിടെ f of x k എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് സ്മോൾ f of k ആണ്. നോക്കുക, ഇവിടെ അതിന്റെ പ്ലേസിൽ വന്ന ഫംഗ്ഷൻ സ്മോൾ f of k. സോ ഞാൻ ക്യാപിറ്റൽ f of x k is equal to സ്മോൾ f of k എന്ന് കൊടുത്തു ആൻഡ് അപ്ലൈ ഫോർമുല ഇൻ 5. സോ di1/dx is equal to എന്താണ്? ഇന്റഗ്രൽ ഫ്രം a to x dou/dou x of f of k dk പ്ലസ് ക്യാപിറ്റൽ f of x, കൈക്ക് പകരം എന്ത് കൊടുക്കണം? അപ്പർ ലിമിറ്റ്. സോ f of xx into d/dx of upper limit, d/dx of x minus f of x ലോവർ ലിമിറ്റ് കൊടുക്കണം. f of xa into d/dx of a. ഇനി ഇവിടെ നോക്കുക, integral from a to x dou/dou x of f of k. f of k is a function of k ആണ്. So with respect to x അതിനെ partial differentiate ചെയ്യുമ്പോൾ എന്താണ്? 0 ആണ് കിട്ടുക. So 0 dk plus f of xx. f of xk എന്ന് പറയുന്നത് small f of k ആണ്. So kയുടെ പ്ലേസിൽ x കൊടുത്താൽ ഇവിടെ എന്ത് കിട്ടും? f of x. So f of x into d/dx of x is 1 minus ഇതെന്ത് വരും? f of xa. കയുടെ പ്ലേസിൽ a കൊടുക്കുമ്പോൾ f of a വരും. f of a into derivative of constant 0. സോ ഇവിടെ നോക്കിയാൽ അറിയാം, ഇന്റഗ്രൽ 0 എന്ന് പറയുന്നത് 0 ആണ്. സോ 0 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് 0 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും എനിക്ക്. ഓക്കെ, ഇനി ഫ്രം 1 din/dx ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്ത ഇക്വേഷൻ ഏതാണ്? നമ്മളിപ്പം തൊട്ട് മുന്നേ ഒബ്റ്റെയിൻ ചെയ്ത ഇക്വേഷൻ ആണ് din/dx. din/dx ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു in-1 എന്ന. ഓക്കെ, അതിൽ നിന്ന് din/dx is equal to എന്താണ്? ആ ഇക്വേഷൻ തന്നെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. din/dx is equal to n-1 into in-1. ഇനി ഇതിനെ അവിടെ n-ന്റെ വാല്യൂ, അതിനുശേഷം ഞാൻ എന്തായിരുന്നു ചെയ്തത്? അവിടെ n-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ n എല്ലാ പോസിറ്റീവ് ഇന്റിജർ എന്നല്ലേ അത് ഡിഫൈൻ ചെയ്തത്. സോ n ഈക്വൽ ടു 1 ആകുമ്പോൾ ഞാൻ di1/dx പ്രത്യേകം കണ്ടുപിടിച്ചാണ് ഇപ്പൊ ചെയ്തത്. ഇനി അതിനുശേഷം ഞാൻ ഇക്വേഷൻ 1 തന്നെ എടുക്കുകയാണ്. ഇക്വേഷൻ 1 തന്നെ എടുത്തിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d² in/dx² എന്ത് കിട്ടും? n-1 കോൺസ്റ്റന്റ് ആണ്. n-1 ഇൻറ്റു d/dx ഓഫ് in-1. ഇത് ഫംഗ്ഷൻ ഓഫ് എക്സ് ഒക്കെ ആണ്. in എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ d/dx ഓഫ് in-1. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻ 1 ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? din/dx എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? n-1 ഇൻറ്റു in-1. അതേ ഫോർമുല തന്നെ നമ്മൾ n-ന് പകരം in-1 കൊടുക്കുന്നതല്ലേ ഇവിടെ din-1/dx. സോ ഇവിടെ iക്ക് n-1 കൊടുക്കുമ്പോൾ ഈ ഫോർമുല എന്താവും?
n-2 ആയിരിക്കും ഇപ്പുറത്ത് വരിക. n-2 ഇൻറ്റു i(n-2) എന്ന് കിട്ടും. അതായത് ഈ 1 എന്ന് പറയുന്ന ഫോമുല തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. di(n-2)/dx ആണെങ്കിൽ എന്ത് കിട്ടണം? n-2 i(n-2). സോ അതുകൊണ്ട് തന്നെ di(n-1)/dx എന്ത് കൊടുക്കുന്നു? n-2 i(n-2). സോ നമുക്ക് d² in/dx² ഇങ്ങനെ കിട്ടും. ഇനി നെക്സ്റ്റ് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. d² in/dx² വീണ്ടും d/dx എടുക്കുമ്പോൾ d³ in/dx³ കിട്ടും. സോ അതെന്താവും? കോൺസ്റ്റന്റ് ആണ് n-1 ഇൻറ്റു n-2 ഇൻറ്റു എന്ത് വരും? di(n-2)/dx. ഇനി di(n-2)/dx എന്ന് പറയുന്നത് ഇതേ ഫോമുല ഫസ്റ്റ് ഫോമുല അപ്ലൈ ചെയ്താ ഇവിടെ i(n-2) ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? n-3 i(n-3) കിട്ടും. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n-3 i(n-3). സോ ഇങ്ങനെ വരും d³ in/dx³. സോ അങ്ങനെ ആണെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് യൂസ് ഓഫ് 1 നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ഫസ്റ്റ് ഫോമുല തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്ത് വരുന്നത്. Thus repeated use of 1 leads to the general equation. സോ നമ്മളിപ്പോൾ ഓരോ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചേ din/dx, d² in/dx², d³ in/dx³. നിങ്ങൾ നോക്കിയാൽ അറിയാം din/dx ആണെങ്കിൽ ഇവിടെ n ആണ് വരുന്നതെങ്കിൽ n-1 ഇൻറ്റു in-1. ഇനി d² in/dx² വന്നപ്പോൾ എന്ത് വന്നു? n-1ലാണ് തുടങ്ങുന്നത്. n-1 ഇൻറ്റു n-2 വരെ പോയി d² സെക്കൻഡ് ഡെറിവേറ്റീവ് വരുമ്പോൾ. ലാസ്റ്റ് n-2 ആ വരുന്നതെങ്കിൽ in-2 വരും. ഇനി d³ in/dx³ വന്നപ്പോൾ എന്താ വരുന്നത്? n-1ൽ തുടങ്ങി പുറകോട്ട് പോവാ n-2 അപ് ടു n-3 വരെ, അതായത് തേർഡ് ഡെറിവേറ്റീവ് d³ വന്നപ്പോൾ n-3 വരെ പോയി, പിന്നെ in-3. അങ്ങനെ ആണെങ്കിൽ ഞാൻ kth ഡെറിവേറ്റീവ് എഴുതിയാൽ എന്ത് വരും? ജനറൽ ഫോമിൽ d⁻k in/dx⁻k is equal to n-1ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. n-1 ഇൻറ്റു n-2 ഇൻറ്റു എക്സെട്ര അപ് ടു എവിടം വരെ പോകും? kth ഡെറിവേറ്റീവ് അല്ലേ, സോ n-k ഇൻറ്റു in-k പ്രൊവൈഡഡ് n ഗ്രേറ്റർ ദാൻ k ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെ ജനറൽ ഫോം എഴുതി. ഇനി ഇൻ പർട്ടിക്കുലർ കെയുടെ പ്ലേസിൽ n-1 കൊടുത്താണ് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. സോ d⁻n-1 in/dx⁻n-1 എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? കെയുടെ പ്ലേസിൽ n-1 കൊടുക്കുക, അത്രേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഇവിടെ? n-1 ഇൻറ്റു n-2 ഇൻറ്റു എക്സെട്ര n-k എന്നുള്ളത് എന്താവും? n- കെയുടെ പ്ലേസിൽ n-1 ആണ്. സോ n-n-1 ഇൻറ്റു in-k. സോ in-n-1. സോ ഇതെന്താവും? n-1 ഇൻറ്റു n-2 ഇൻറ്റു എക്സെട്ര n-1 എന്ന് പറയുമ്പോൾ n-n ക്യാൻസൽ ആവും, പ്ലസ് 1 വരും. സോ ഇൻറ്റു 1, അതേപോലെ i1 എന്നും വരും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇത് n-1 ഫാക്ടോറിയൽ അല്ലേ ഈ i1ന്റെ കൂടെ ഉള്ളത്. കാരണം n-1 ഇൻറ്റു n-2 ഇൻറ്റു അപ് ടു 1 വരെ വരുന്നുണ്ട്. അതായത് 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര n-1 വരെ, ദാറ്റ് ഈസ് n-1 ഫാക്ടോറിയൽ ആണ്. ഇൻറ്റു i1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. നമ്മൾ ജനറൽ in(x) എന്നല്ലേ എഴുതിയിരുന്നത് ആദ്യം തന്ന ഇന്റഗ്രൽ, അതുകൊണ്ട് i1(x) എന്ന് കൊടുക്കുന്നു. വെറുതെ i1 എന്ന് എഴുതിയാലും മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. എഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഇപ്പൊ നമുക്ക് d⁻n-1 in/dx⁻n-1 in അല്ലേ ഞാൻ എഴുതി. അതിനെ ഞാൻ ഇപ്പൊ കിട്ടിയ സ്റ്റെപ്പിനെ ഇക്വേഷനെ ഞാൻ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. d/dx ഓഫ് d⁻n-1 in/dx⁻n-1 ദാറ്റ് ഈസ് എന്ത് വരും? d/dx ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് n-1 ഫാക്ടോറിയൽ ഇൻറ്റു i1(x). സോ ഇവിടെ n-1th ഡെറിവേറ്റീവിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? nth ഡെറിവേറ്റീവ്. സോ d⁻n in/dx⁻n കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ n-1 ഫാക്ടോറിയൽ കോൺസ്റ്റന്റ് അത് ഔട്ട് സൈഡ് എടുക്കുന്നു, i1ന്റെ ഡെറിവേറ്റീവ് di1/dx. ഇനി നമ്മൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ടാണ് ഈ di1/dx നമ്മൾ സെപ്പറേറ്റ് ചെയ്തു വെച്ചായിരുന്നല്ലോ ആദ്യമേ. di1/dx ഇതേ കിടക്കുന്നു. di1/dx എന്താ കിട്ടിയ? f(x). സോ അതിന് പകരം f(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ di1/dx വരെ f(x) കൊടുക്കുന്നു. സോ n-1 എന്താണ്? i1ന്റെ വാല്യൂ ഇന്റഗ്രൽ i1ന്റെ വാല്യൂ അതെ i1ന്റെ വാല്യൂ ഇന്റഗ്രൽ a to x f(x) ആണ്. അതായത് ഇവിടെ കൊടുക്കുമ്പോഴല്ലേ i1 പറയുന്നത്. ഓ, i1ന്റെ വാല്യൂ ആണല്ലേ ചോദിച്ചത്. അതെ, i1ന്റെ വാല്യൂ ഇവിടുന്നാണ് നമുക്ക് കിട്ടുക. നമുക്ക് ആദ്യം തന്ന ഇക്വേഷൻ ഉണ്ടല്ലോ i1(x) in(x), അവിടെ n-ന് 1 കൊടുക്കുമ്പോഴാണ് i1ന്റെ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നില്ലോ, അതിന്റെ ഡെറിവേറ്റീവ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. di1/dx അല്ലേ നമ്മൾ കണ്ടുപിടിക്കുക. അതെ, ഇവിടെ i1/dx ആണ് നമ്മൾ ചെയ്ത് ഇവിടെ വന്നപ്പോൾ നമുക്ക് f(x) എന്ന് കിട്ടിയത്. പക്ഷെ ആ i1 എഴുതുമ്പോൾ നമ്മൾ ആ ജനറൽ ഫോമിലയിൽ ഇത് കണ്ടോ, x⁻n-1 അവിടെ 1 - 1 കൊടുക്കുന്നു. ആ
IN എന്ന് പറയുന്ന ഈ ജനറൽ ഫോർമുല ഇവിടെ എന്നിന് പകരം 1 കൊടുത്താണ് I1. ആ ഫംഗ്ഷനെയാണ് നമ്മൾ അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് di1/dx ചെയ്തത്. ഓക്കെ. ഇന്റഗ്രൽ ഇതല്ലേ വന്നേ, അതിനെ നമ്മൾ di1/dx ചെയ്തപ്പോൾ ഇതാണോ പറയുന്നത് ഇപ്പൊ ഈ കാണുന്നത്? അതെ, അത് ഇവിടെ ഇന്റഗ്രൽ എന്താണ്, നമ്മൾ ഡോ/ഡോ x(f(chi) അല്ലേ അവിടെ വരിക. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഫംഗ്ഷൻ ഓഫ് കൈയുടെ ഡെറിവേറ്റീവ് 0 അല്ലേ കിട്ടുക. ഇന്റഗ്രൽ പോയി, 0 അല്ലേ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ 0 ആണ്. സോ ഇന്റഗ്രലിന്റെ വാല്യൂ 0 അല്ലേ കിട്ടുക. ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എവിടെ നമ്മൾ കൊടുക്കാനാണ്, 0യുടെ ഇന്റഗ്രൽ എപ്പോഴും 0 തന്നെയാണ്. അല്ല, ഫുൾ ഓർഡറിലെ ഇന്റഗ്രൽ അല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടോ? നിങ്ങൾ ഈ ഫോർമുല 5 ആണ് ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് എഴുതുന്നതിന് മാത്രമേ ഉള്ളൂ ഇന്റഗ്രൽ സൈൻ കേട്ടോ. ഓക്കെ, ഇവിടെ ഇന്റഗ്രൽ ഫ്രം a of x to b of x, ഇവിടെ d ഖൈ, പിന്നെന്താണ് പ്ലസ്, ഇത് വേറെ രണ്ട് ടേംസ് ആണ്, ഇന്റഗ്രലുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്തതും. ഇവിടെ ചെയ്തപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ആദ്യം din/dx ചെയ്തപ്പോഴും എന്താണ്, ഡോ/ഡോ x ഓഫ് ഇത് മാത്രമേ ഉള്ളൂ ഇന്റഗ്രലിനകത്ത്. ബാക്കി രണ്ടെണ്ണം വേറെയാണ്, സെപ്പറേറ്റ് ഉള്ള രണ്ട് നമ്പേഴ്സ് പോലെ രണ്ട് ഫംഗ്ഷൻസ് ആണ് ഇത്. ഓക്കെ, സോ അതാണ് ഇവിടെയും ഇത് കണ്ടോ, ഈ ഫംഗ്ഷൻ ഇവിടെ 0 ആയിപ്പോയി, ഇതും 0 ആയിപ്പോയി. അല്ലെങ്കിൽ അത് ഇന്റഗ്രൽ പുറത്ത് എഴുതുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായി. ഇതോടെ രണ്ട് കേസിലും അതെല്ലാം 0 ആയി പോയതുകൊണ്ടാണ്. ഓക്കെ, അതാണ് എന്നോട് ചോദിച്ചത് ഇവിടെ ഈ എഫ് ഓഫ് എക്സിന് ഇന്റഗ്രൽ ഇല്ലേന്ന്. എഫ് ഓഫ് എക്സിന് ഇന്റഗ്രൽ ഇല്ല. ഓക്കെ, ഈ രണ്ട് ടേംസിന് ഇന്റഗ്രൽ ഇല്ല. ഓക്കെ, സോ ഇവിടെ di1/dx നമ്മൾ ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി, അതാണ് നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിപ്പം നമുക്ക് കിട്ടിയത് ഇവിടെ n-1 d⁻n(in/dx)n നമ്മൾ ചെയ്തപ്പോൾ n-1 ഫാക്ടോറിയൽ di1/dx, അതിന്റെ വാല്യൂ എഫ് ഓഫ് എക്സ്. സോ അത് എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇങ്ങനെ കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ, നമുക്ക് പറയാം. ഞാൻ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നോടൊന്ന് ഓടിച്ചു പറയാം, അപ്പം ക്ലിയർ ആവും. ഇനി IN of A എന്ന് പറയാൻ നമ്മൾ IN of X-ൽ IN of X എന്ന് പറഞ്ഞത് നമുക്ക് ആദ്യം തന്നിരുന്ന ഫംഗ്ഷൻ, അത് ഇന്റഗ്രൽ ഫ്രം a to x മൈനസ് chi റൈസ് ടു n-1 f of chi d chi ആയിരുന്നു. സോ അവിടെ എക്സിന്റെ പ്ലേസിൽ a കൊടുത്ത് IN of A കണ്ടുപിടിച്ചാൽ എന്ത് വരും, ഇന്റഗ്രൽ ഫ്രം a to x എന്നുള്ളത് a to a ആവും. അവിടെ മാത്രം ഉള്ളായിരുന്നു നമ്മൾ എക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇന്റഗ്രൽ ഫ്രം a to a, ഇവിടെ a മൈനസ് chi എന്ന് വരത്തില്ല കേട്ടോ. ഓക്കെ, ഇന്റഗ്രൽ ഫ്രം a to a, ഓക്കെ, ഇവിടെ a മൈനസ് chi വരും കേട്ടോ, അത് ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. IN of X എന്ന് പറഞ്ഞപ്പോൾ ഇന്റഗ്രൽ ഫ്രം a to x മൈനസ് chi റൈസ് ടു n-1 f of chi d chi. സോ ഇവിടെയും നിങ്ങൾ a ആണ് എഴുതേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് നോട്ട് ഇടുമ്പോൾ അത് തിരുത്തിക്കോളാം. ഇവിടെയും a വരും, പക്ഷെ എന്താണ് ഇവിടെ എന്തെഴുതിയാലും ഇന്റഗ്രൽ ഫ്രം a to a അല്ലേ. സോ അതിന്റെ ഇന്റഗ്രലിന്റെ വാല്യൂ എന്താണ്, 0 ആണ് വരിക. ഒരു പോയിന്റിൽ സെയിം പോയിന്റിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണ്. സോ ഇവിടെ x എഴുതി കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, when n greater than or equal to 1. But from 2, first n-1 derivatives of IN of x vanish when x equal to a, as I1 of a equal to 0. ഇനി 2 എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ നോക്കുവാണ്. 2 എന്ന് പറയുന്ന ഇക്വേഷനകത്ത് എന്താണ്, n-1 ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ഈ കിടക്കുന്നത്. അതായത് നമുക്കിപ്പോൾ n-1 പകരം, അതായത് ഈ കെയുടെ അവിടെ ഈ ഫോർമുലയിൽ നമ്മൾ n-1 കൊടുത്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അതേപോലെ കെയ്ക്ക് പകരം 1, 2 എക്സെട്ര n-1 ഏത് വാല്യൂ കൊടുത്താലും എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് IN നമുക്ക് 0 ആയിട്ടേ കിട്ടും. കാരണം എന്താ, ഇവിടെ ഇൻറ്റു I1 ഓഫ് എക്സ് ഉണ്ട്. സോ അറ്റ് ദ പോയിന്റ് എ ഞാൻ ഇവാലുവേറ്റ് ചെയ്താൽ, ഈ ഡെറിവേറ്റീവ്സ് അറ്റ് ദ പോയിന്റ് എ ഞാൻ ഇവാലുവേറ്റ് ചെയ്താൽ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താവും, I1 ഓഫ് എ എന്നാവും. അത് 0 ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. IN ഓഫ് എ 0 ആണ്. സോ ഇൻ പർട്ടിക്കുലർ I1 ഓഫ് എയും 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ IN-ന്റെ ഫസ്റ്റ് n-1 ഡെറിവേറ്റീവ്സ് എന്തായി പോവും, 0 ആയി പോവും അറ്റ് ദ പോയിന്റ് x ഈക്വൽ ടു a. ഓക്കെ, അതാണ് നെക്സ്റ്റ് പറഞ്ഞത്. Then from equation 2, first n-1 derivatives of IN of x vanish when x equal to a. കാരണം അവിടെ റൈറ്റ് സൈഡിൽ എന്ത് വരും, I1 of a ആണ് എല്ലാത്തിനും വരിക. സോ അതുകൊണ്ട് തന്നെ അതെന്താണ്, 0 ആയി പോകും. അല്ലെങ്കിൽ ഇപ്പൊ അതെ I1 of a ആണ്, സോ എല്ലാം 0 ആയി പോകും. ഓക്കെ, സോ അതവിടെ നിൽക്കട്ടെ, അത് എന്തിനാണ് പറഞ്ഞത് എന്ന്. ഓക്കെ, അതിപ്പോ പറഞ്ഞ കാര്യം കൺക്ലൂഡ് ചെയ്താണ് അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. Thus IN of x and its first n-1 derivatives vanish at x equal to a. നമ്മൾ IN of a 0 ആണെന്ന് പ്രൂവ് ചെയ്തു, അതായത് IN of x is 0 when x equal to a.
ഇനി IN of x ന്റെ n-1 ഡെറിവേറ്റീവ്സും എന്താണ് വാനിഷ് ചെയ്യും x equal to a. സോ അത് ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ്. Thus IN of x and its first n-1 derivatives vanish at x equal to a. ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇൻവേർട്ട് കോമയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു 4 എന്ന നമ്പർ കൊടുക്കുകയാണ്. ഇനി ഫ്രം 3 put n equal to 1. തേർഡ് ഇക്വേഷൻ എടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് കൺഫ്യൂഷൻ. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിങ്ങളിത് ഒന്ന് നോട്ട് വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആവും. ഇനി ഇക്വേഷൻ 3 എടുക്കുന്നു. അവിടെ n-ന് 1 കൊടുക്കുന്നു. ഇക്വേഷൻ 3 എന്താണ്? d raised to n in by dx raised to n is equal to n-1 factorial into f of x. അവിടെ n-ന് 1 കൊടുത്ത് എന്ത് കിട്ടും? d in by dx is 1-1 factorial, അതായത് 0 factorial. 0 factorial 1 ആണ്. സോ ഇവിടെ എന്ത് മാത്രം കിട്ടും? f of x. സോ d in by dx equal to f of x എന്ന് കിട്ടും. സോ d i1 by dx equal to f of x എന്ന് കിട്ടും. ഇതിൽ നിന്ന് എനിക്ക് i1 of x കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ഇവിടെ d i1 by dx അല്ലേ ലെഫ്റ്റ് സൈഡിൽ. അതിൽ നിന്ന് i1 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഞാൻ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എഴുതിയിട്ടില്ല, അതാണ് ചെയ്യുന്നത്. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ i1 of x ആണ് കിട്ടുക. i1 മാത്രം കിട്ടും. i1 is a function of x, അതുകൊണ്ട് i1 of x എന്ന് കൊടുക്കുന്നു. റൈറ്റ് സൈഡ് എന്താവും? ഇന്റഗ്രൽ f of x dx വരും. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഇന്റഗ്രൽ f of x dx എന്നുള്ളതിനെ എനിക്ക് ഇന്റഗ്രൽ ഫ്രം a to x f of x1 dx1 എന്ന് എഴുതാം. കാരണം ബിക്കോസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് 4. നമ്മൾ എന്താണ് അവിടെ പറഞ്ഞത്? in of x ഉം അതിന്റെ എല്ലാ n-1 ഡെറിവേറ്റീവ്സും x equal to a യിൽ വാനിഷ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് ഇവിടെ i1 of x അല്ലേ, i1 of x ഉം അതിന്റെ എല്ലാ ഡെറിവേറ്റീവ്സും x equal to a യിൽ വാനിഷ് ചെയ്യും. സോ i1 of x എവിടെ വാനിഷ് ചെയ്യും? x equal to a യിൽ. സോ ഇവിടെ നിങ്ങൾ ഇന്റഗ്രൽ f of x dx ചെയ്യുന്നതിന് പകരം ഞാൻ ഇവിടെ വേരിയബിൾ മാറ്റി കൊടുത്തു. x1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തു. എന്നിട്ട് ലിമിറ്റ്സ് ആയിട്ട് a to x എന്ന് കൊടുക്കുക. അപ്പൊ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക? ഈ f of x1 എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റ് x കൊടുക്കും. അപ്പൊ അതെന്താവും? നമുക്ക് x-ൽ അതിന്റെ ഇന്റഗ്രൽ കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് ആയി a കൊടുക്കും. പക്ഷെ a കൊടുക്കുമ്പോൾ നമുക്ക് അത് വാനിഷ് ചെയ്യും. കാരണം എന്താണ്? in of x വാനിഷ് ചെയ്യും അറ്റ് i1 of x വാനിഷ് ചെയ്യും അറ്റ് x equal to a യിൽ. സോ അതുകൊണ്ട് തന്നെ ഈ i1 of x-നകത്ത് നമ്മളിവിടെ x equal to a കൊടുക്കുമ്പോൾ, ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇവിടെ x equal to a കൊടുക്കുമ്പോൾ ആ ടേം അങ്ങ് 0 ആയി പൊക്കോളും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ഇത് വീണ്ടും ഇന്റഗ്രൽ f of x dx എന്ന് പറയുന്ന ഫോമിൽ ആവും. x1 വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്താലും നമ്മൾ അപ്പർ ലിമിറ്റ് x കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ x-ലേക്ക് മാറും. മൈനസ് a കൊടുക്കുന്ന വാല്യൂ 0 ആയി പോകും. സോ ഇപ്പൊ നമ്മൾ ഈ എഴുതിയ ഫോം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ f of x dx ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് കിട്ടുക. ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം, ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ. ഇവിടെ ഇന്റഗ്രൽ f of x dx ചെയ്യുന്നു. സോ ഞാൻ x-ന് പകരം x1 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. എന്നിട്ട് അപ്പർ ലിമിറ്റ് ആയി x കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തു. അത് വീണ്ടും x1 എന്ന് പറയുന്ന വേരിയബിൾ മാറി x-ലേക്ക് മാറി. ഇനി നമ്മൾ എന്താ ചെയ്ത്? അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കും. ഇനി ലോവർ ലിമിറ്റ് ആയി a കൊടുക്കുമ്പോൾ 0 ആയി പോകും. അതെന്താണ്? i1 of x വാനിഷ് ചെയ്യും അറ്റ് x equal to a എന്ന് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് i1 of x. അതിന് x equal to a കൊടുക്കുമ്പോൾ വാനിഷ് ചെയ്യുന്ന പറയുമ്പോൾ അത് 0 ആയി പോകും. സോ നമ്മൾ x-ലേക്കും മാറി. സോ അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ f of x dx തന്നെയാണ് ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന സാധനം. ഓക്കെ, ഇനി അതേപോലെ നമ്മളിപ്പോൾ ഇക്വേഷൻ 3 എടുത്തിട്ട് അതിന് n equal to 1 കൊടുത്തതാണ്. അതേപോലെ ഞാൻ ഇക്വേഷൻ 3 എടുത്തിട്ട് n-ന് 2 കൊടുക്കുന്നു. സോ അപ്പോൾ എനിക്ക് d square i2 by dx square is equal to 2 minus 1 factorial into f of x എന്നാ വരിക. അവിടെ n-1 factorial into f of x ആണ്. സോ 2 minus 1 is 1 factorial ആണ്. സോ f of x എന്ന് വരും. ഇനി f of x-ന് പകരം ഞാൻ d i1 by dx കൊടുക്കുക. കാരണം ഇവിടെ നോക്കുക, f of x എന്താണ്? d i1 by dx. സോ അത് കൊടുക്കുന്നു. നെക്സ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ d square i2 by dx square-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആകും അത്. സോ d i2 by dx കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ d i1 by dx റൈറ്റ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് i1 of x ആവും. ഇതിൽ നിന്ന് i2 കണ്ടുപിടിക്കാൻ ഞാൻ വീണ്ടും, ഇപ്പൊ നമ്മൾ i1 of x ആണ് കണ്ടുപിടിച്ച് വെച്ചത്. സോ ഇതിൽ നിന്ന് i2 കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ d i2 by dx നമുക്ക് കിട്ടി, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ i2 of x is equal to എന്ത് കിട്ടും? ഇന്റഗ്രൽ ഫ്രം a to x i1 of x to dx2 എന്ന് എനിക്ക് കൊടുക്കാം സ്റ്റേറ്റ്മെന്റ് 4 വെച്ചിട്ട്. അതായത് ശരിക്കും i2 of x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ i1 of x എന്നാണ് കിട്ടുക. ഇന്റഗ്രൽ i1 of x നമ്മൾ ഇവിടെ എഴുതിയ പോലെ, ഇന്റഗ്രൽ f of x എഴുതിയ പോലെ ഇന്റഗ്രൽ i1 of x എന്നാണ് വരിക. സോ അതിനെ എനിക്ക് എങ്ങനെ മാറ്റി കൊടുക്കാം? x-ന് പകരം ഞാൻ വേരിയബിൾ മാറ്റി x2 കൊടുക്കുന്നു. നേരത്തെ x1 ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ x2 കൊടുക്കുന്നു. അതിനുശേഷം എന്താണ്?
ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഫ്രം എ ടു എക്സ് ആ. സോ ഇവിടെ നമ്മൾ എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ വീണ്ടും x2 എന്ന് പറയുന്ന വേരിയബിൾ മാറി എക്സിലേക്ക് മാറും. മൈനസ് എന്താണ് ഈ I1 ഇന്റഗ്രേറ്റ് ചെയ്തതിനകത്ത് എ ഇട്ട് കൊടുക്കുന്നു, പക്ഷെ അത് വാനിഷ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഇത് ഇക്വലന്റ് ആണ്. ഇന്റഗ്രൽ I1 ഓഫ് എക്സ് എന്ന് എഴുതുന്നതിന് തുല്യമാണ് ഇന്റഗ്രൽ എ ടു എക്സ് I1 ഓഫ് x2 dx2 എന്ന് എഴുതുന്നത്. ഓക്കെ, സോ ഇനി I1 ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ട് മുന്നേ അതിന് ഇക്വേഷൻ 5 എന്ന് കൊടുത്തു. I1 ഓഫ് എക്സ് വരുമ്പോൾ എന്താണ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് x1 dx1. സോ ഇവിടെ I1 ഓഫ് x2 അതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, ഇന്റഗ്രൽ ഫ്രം എ ടു x2. I1 ഓഫ് എക്സ് ആയിരുന്നപ്പോൾ ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ് ആ. സോ ഈ I1 ഓഫ് x2 ന് ഞാൻ മാറ്റി കൊടുക്കുവാണ് ഇന്റഗ്രൽ ഫ്രം എ ടു x2 എഫ് ഓഫ് x1 dx1. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇതെന്താവും ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ് ഇന്റഗ്രൽ ഫ്രം എ ടു x2 എഫ് ഓഫ് x1 dx1 dx2. അതിന് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതേ കാര്യം തന്നെയാണ് നെക്സ്റ്റ് ഇനി ചെയ്തു പോകുന്നത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയേക്കാം. n ഈക്വൽ ടു 3 കൊടുത്തിട്ട് നമ്മൾ ഇക്വേഷൻ 3 എഴുതുമ്പോൾ ഡി സ്ക്വയർ I3 ബൈ ഡി എക്സ് ക്യൂബ്. സോ അത് 3 മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഓഫ് എക്സ് വരും, അതായത് 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇനി എഫ് ഓഫ് എക്സിനെ ഞാൻ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ എന്താണ് എഴുതിയത്, എഫ് ഓഫ് എക്സിനെ ഡി സ്ക്വയർ I2 ബൈ ഡി എക്സ് സ്ക്വയർ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡി സ്ക്വയർ I2 ബൈ ഡി എക്സ് സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡി സ്ക്വയർ I3 ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും. ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇപ്പുറത്ത് എന്ത് വരും, ഡി I2 ബൈ ഡി എക്സ് കിട്ടും. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഡി I3 ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ I2 ഓഫ് എക്സ് എന്നാവും. ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ I3 കിട്ടും. 2 ഫാക്ടോറിയൽ ഇൻറ്റു എന്ത് വരും, ഇന്റഗ്രൽ I2 ഓഫ് എക്സ്. അതിനെ നമുക്ക് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് 4 ഉപയോഗിച്ച് ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ് I2 ഓഫ് അനദർ വേരിയബിൾ കൊടുക്കുന്നു x3 d3. ഇനി I2 ഓഫ് x3 എന്ന് പറയുന്നത് ഇവിടെ ഇക്വേഷൻ 5ൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. I2 ഓഫ് എക്സ് ആകുമ്പോൾ ഇന്റഗ്രൽ എ ടു എക്സ് ഇന്റഗ്രൽ എ ടു എക്സ് ടു എഫ് ഓഫ് x1 dx1 dx2. I2 ഓഫ് x3 വരുമ്പോൾ എന്താണ് ഇവിടെ ഫസ്റ്റ് ഇന്റഗ്രൽ എ ടു x3 ആവും, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. സോ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇന്റഗ്രൽ എ ടു x3 പിന്നെ എ ടു x2 എഫ് ഓഫ് x1 dx1 dx2 dx3. സോ നിങ്ങൾ നോക്കിയാൽ മതി, അത് മനസ്സിലാവും. So from 5, 6, 7 it can be generalized as, ഇനി 5, 6, 7 മൂന്ന് ഇക്വേഷൻസ് നോക്കിയിട്ട് ഞാൻ അതിനെ I1, I2, I3 നമുക്ക് കിട്ടി. ജനറലൈസ് ചെയ്ത് IN ഓഫ് എക്സ് എഴുതാണ്. IN ഓഫ് എക്സ് എനിക്ക് എങ്ങനെ എഴുതാം, ഇവിടെ I3 വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക 2 ഫാക്ടോറിയൽ ആണ് വന്നത്, അതായത് n വന്ന n-1 ഫാക്ടോറിയൽ. I2 വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല, അതായത് എന്താണ് ആക്ച്വലി എനിക്ക് അതിനെ 1 ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ. ഓക്കെ, അതേപോലെ I1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ജനറലൈസ് ചെയ്താൽ IN ഓഫ് എക്സ് എനിക്ക് എങ്ങനെ എഴുതാം, n-1 ഫാക്ടോറിയൽ ഉണ്ട്. ഇത് നോക്കുക, I3 നോക്കി എഴുതിയാൽ മതി. ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ്, നെക്സ്റ്റ് ഏത് ഇന്റഗ്രലാണ് വന്നത്, I3 ആയിരുന്നപ്പോൾ എ ടു എക്സ്3. സോ ഇവിടെ എ ടു എക്സ് എൻ വരും, ഇവിടുത്തെ എക്സെട്ര അപ് ടു എവിടം വരെ പോകണം, എ ടു x2 വരെ. സോ ഇന്റഗ്രൽ ഫ്രം എ ടു x3 എ ടു x2 എന്ത് വരും, എഫ് ഓഫ് x1. ഏതൊക്കെ വേരിയബിൾസ് വരും, I3 ആയപ്പോൾ dx1 dx2 dx3. സോ IN ആകുമ്പോൾ dx1 dx2 എക്സെട്ര dxn-1 dxn വരെ പോകും. ഓക്കെ, സോ ഇനി ഇതിൽ നിന്ന് ഞാൻ ഈ ഇന്റഗ്രൽ മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ n-1 ഫാക്ടോറിയൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുവാണ്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ് ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ് എൻ എക്സെട്ര ഇന്റഗ്രൽ ഫ്രം എ ടു x3 എ ടു x2 f of x1 dx1 dx2 etc dxn-1 dxn is 1 by n-1 factorial into IN of x. ഇനി IN of x ന് പകരം നമ്മൾ ഏത് ഫോമിൽ IN of x ആണ് നമുക്ക് ആദ്യം തന്നിരുന്നത്, ആ ഫോമിൽ കൊടുക്കുന്നു. ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ് എക്സ് മൈനസ് ഖൈ റൈസ് ടു n-1 എഫ് ഓഫ് ഖൈ ഡി ഖൈ. സോ ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് ആണ് നമ്മൾ ഇന്റഗ്രൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. സോ അവിടെ നമ്മൾ ഈ റിസൾട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂസ് ചെയ്യേണ്ടി വരും. സോ ഇതൊരു ഫോർമുല ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ് ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ് എൻ എക്സെട്ര ഇന്റഗ്രൽ ഫ്രം എ ടു x3 ഇന്റഗ്രൽ ഫ്രം എ ടു x2 എഫ് ഓഫ് x1 dx1 dx2 എക്സെട്ര dxn-1 dxn is 1 by n-1 factorial into integral from a to x x minus chi raised to n-1 into f of chi d chi. ഈ ഫോർമുല പഠിച്ചു നോക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ റിസൾട്ടിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും സ്റ്റേറ്റ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പം ഈ പറഞ്ഞ റിസൾട്ടിൽ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്താണ്, ഫ്രം എ ടു എക്സ്, അതേപോലെ xn x3 x2 ഇതെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെല്ലാം പകരം ഞാൻ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലെ ഇന്റഗ്രൽ ഈ x2 x3 xn എന്ന് പറയുന്നുണ്ട്, കറസ്പോണ്ടിംഗ്ലി dx1 dx2 dx3 ഒക്കെ വരുന്നുണ്ട്. എന്നാൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ എക്സ് മാത്രമേ ഉള്ളൂ, ഈ x1 x2 x3 എന്ന് പറയുന്ന ഒന്നും ഈ റൈറ്റ് സൈഡിലില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ, അതേപോലെ ഈ ഫംഗ്ഷൻ അകത്തും എന്താണ്, എഫ് ഓഫ് x1 മാത്രമേ വരുന്നുള്ളൂ. ഈ x1 എന്ന് പറയുന്ന വേരിയബിൾ ഈ ഇന്റഗ്രലിന്റെ ലിമിറ്റിൽ എവിടെയും വരുന്നില്ല. ഇന്റഗ്രലിന്റെ ലിമിറ്റിൽ x2 x3 അപ് ടു xn x ആണ് വരുന്നത്, x1 എന്ന് പറയുന്ന വേരിയബിൾ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ
ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ വേരിയബിൾസ് x2 x3ക്ക് പകരം ഞാൻ x എന്ന് കൊടുത്ത് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സോ അപ്പൊ ഈ ഇന്റഗ്രൽ എന്താവും? നോക്കുക ഇവിടെ എത്ര ഇന്റഗ്രൽസ് ഉണ്ട്. ഇവിടെ നമ്മൾ പുറകിൽ നോക്കിയാൽ x2 x3 അപ് ടു xn വരെ n-1 ഇന്റഗ്രൽസ് ഉണ്ട്. പിന്നെ ഒരു ഇന്റഗ്രൽ a to x. സോ മൊത്തം n ഇന്റഗ്രൽസ് ഉണ്ട്. അതേപോലെ നമ്മൾ നോക്കിയാൽ അറിയാം dx1 dx2 അപ് ടു dxn വരെ ഓരോ ഇന്റഗ്രലിന്റെയും ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഉണ്ട്. സോ ഞാൻ എല്ലാ xiക്കും പകരം x തന്നെ കൊടുക്കുവാണ്. സോ അപ്പൊ ഇതെന്താവും? ഇന്റഗ്രൽ ഫ്രം a to x എക്സെട്ര അപ് ടു ഇന്റഗ്രൽ ഫ്രം a to x തന്നെ. എല്ലാം ഇന്റഗ്രൽ ഫ്രം a to x ആണ്. അത് എത്ര എണ്ണം ഉണ്ട് ഇന്റഗ്രൽസ്? n ടൈംസ് ഉണ്ട്. f of x x1 എന്ന് പറയുന്ന വേരിയബിളിന് പകരം x തന്നെ കൊടുക്കുന്നു, f of x. സോ ബാക്കി എന്താവും? dx1 dx2 എന്ന് പറയുന്നത് dx dx എക്സെട്ര dx വരും. അത് എത്ര എണ്ണം ഉണ്ട്? n ടൈംസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ സെയിം ഫോർമുല വരും, 1/n-1 factorial into integral from a to x minus chi raised to n-1 into f of k dk. കാരണം ഇത്രയേ ഉള്ളൂ, ഈ x1 x2 എല്ലാം പകരം x കൊടുത്താലും ഇതൊന്നും ഈ റൈറ്റ് സൈഡിൽ ഇന്റഗ്രലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇതിന് പകരം x മാറ്റി കൊടുത്താൽ ആ ഫോർമുല നമുക്ക് ഇങ്ങനെയും എഴുതാം. സോ ഈ രീതിയിലും അറിഞ്ഞിരിക്കണം. കൂടാതെ ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് രീതിയിലും ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. ഈ റിസൾട്ട് നമ്മൾ പിന്നീട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.